height of arrogance, incompetence, insensitiveness and stupidity. മോദി ചെയ്ത ഈ കാര്യത്തെക്കുറിച്ച് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്: റോമാ നഗരം വെന്തെരിയുമ്പോൾ വീണ വായിക്കുക, നാട് വെന്തെരിയുമ്പോൾ വിദേശത്ത് ചെന്ന് ഡാൻസും കണ്ട് പൊട്ടിച്ചിരിച്ച് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക. എന്ത് കഷ്ടമാണെന്ന് ഓർക്കണം. നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധയോടെ ഇത് മുഴുവനും കേൾക്കണം. എന്നിട്ട് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കണം. കഴിയുന്നതും ഷെയർ ചെയ്യണം. സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് മോദിയുടെ നൈജീരിയ യാത്രയെക്കുറിച്ചാണ്. നൈജീരിയയിൽ തനിക്ക് വലിയ സ്വീകരണം ലഭിച്ചു എന്ന് ആൾക്കാരെ കാണിക്കാൻ അവിടെ ആൾക്കാരെ വിളിച്ചുകൂട്ടി മോദി വിളിപ്പിക്കുകയും കരച്ചിൽ അഭിനയിപ്പിക്കുകയും ഡാൻസ് കണ്ട് നിർവൃതി പൂണ്ട് ചിരിക്കുകയും ചെയ്ത് ആ വീഡിയോ മോദി പോസ്റ്റ് ചെയ്ത സമയത്തിന്റെ ഔചിത്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് 1.5 വർഷത്തിലധികമായി. അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ നിവൃത്തിയില്ല. ദിനം പ്രതി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വളരെയേറെ ഇന്ത്യക്കാരാണ് മണിപ്പൂരിലെ കലാപത്തിൽ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ 11 കുക്കികളും അതിനുശേഷം 8 മെയ്തേകളും കൊലപ്പെട്ടു. ശനിയാഴ്ചയോടെ മണിപ്പൂരിലെ സംഘർഷം വീണ്ടും അതിരൂക്ഷമായിരിക്കുകയാണ്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് മണിപ്പൂരിലെ സ്കൂളുകളും കോളേജുകളും സർക്കാർ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ 3 ജില്ലകളിൽ അനന്തമായ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. നിരവധി വീടുകളും വാഹനങ്ങളുമാണ് പ്രതിഷേധക്കാർ തീയിട്ട് നശിപ്പിച്ചത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും വീടുകൾ ആക്രമിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 3 കുട്ടികളുടെയും 3 സ്ത്രീകളുടെയും മൃതദേഹമാണ് ജിരിബാമിലെ ബറാക്ക് നദിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇതാണ് കൊല്ലപ്പെട്ട 3 സ്ത്രീകളുടെയും കുട്ടികളുടെയും പിക്ചർ. 8 മാസവും 2.5 വയസ്സും 8 വയസ്സും പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങൾ. നോൺ ബയോളജിക്കൽ രാജ്യത്ത് ജനിച്ചു എന്നതൊഴികെ എന്ത് തെറ്റാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ചെയ്തത്? BJP MLA-മാരുടെയും മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ മരുമകന്റെയും ഉൾപ്പെടെയുള്ള വീടുകൾ ആക്രമിക്കപ്പെട്ടു. ആ ദിവസമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ നൈജീരിയയിലേക്ക് ടൂർ പോയത്. വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി മറ്റെല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് ഉടൻ തന്നെ സംഘർഷ സ്ഥലം സന്ദർശിച്ച് സമാധാനം ഉറപ്പുവരുത്താൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇത് മറ്റേതെങ്കിലും രാജ്യമല്ലല്ലോ. ഇത് നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ രാജ്യമാണല്ലോ. അങ്ങനെയുള്ള നോൺ ബയോളജിക്കൽ ദൈവത്തിന് സ്വന്തം നാടോ നാട്ടുകാരോ പ്രശ്നമല്ല. യുക്രൈൻ യുദ്ധം നിർത്തിവെച്ച ആളാണ് എന്നാണ് സ്വയം പറയുന്നത്. അതുമാത്രമല്ല, ഒരു ഗോതിമീഡിയയുമായിട്ടുള്ള സംസാരത്തിൽ ഈ നോൺ ബയോളജിക്കൽ ദൈവം പറഞ്ഞത് യുക്രൈൻ യുദ്ധം മാത്രമല്ല താൻ നിർത്തിവെച്ചത്, മറിച്ച് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും താൻ നിർത്തിവെച്ചു എന്നും, എന്നാൽ തനിക്ക് അതിന്റെ ക്രെഡിറ്റ് വേണ്ടാത്തതിനാൽ താൻ ആരോടും അത് പറഞ്ഞില്ലെന്നുമാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെയൊരു ഗതി വന്നത് എന്ന്. എന്ത് പാപം ചെയ്തതിന്റെ ഫലമാണ് ഇന്ത്യക്കാർ ഈ അനുഭവിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത്ര നാളുകളായി മണിപ്പൂർ വെന്തെരിയുകയാണ്. വീണ്ടും സംഘർഷം അതിരൂക്ഷമായ സമയത്ത് നൈജീരിയയിൽ പോയി മോദി കളിക്കുന്നു, ഡാൻസ് കാണുന്നു. അത് കണ്ട് ഇളിക്കുന്ന വീഡിയോ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ സ്വന്തം രാജ്യത്തിലെ മണിപ്പൂർ കത്തിയെരിയുന്ന അതേ ദിവസം തന്നെ തന്റെ ഭക്തർക്ക് ആസ്വദിക്കാനായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു. മണിപ്പൂരിനെ കുറിച്ച് ഒരു ട്വീറ്റ് പോലും ചെയ്തില്ല. മനഃപൂർവ്വം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടിനെ, ദുരിതത്തെ അവഗണിക്കുന്നു. മണിപ്പൂരിലുള്ളത് ഡബിൾ എഞ്ചിന്റെ സർക്കാരാണ്. നോൺ ബയോളജിക്കലിന്റെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. നോൺ ബയോളജിക്കലിന്റെ പാർട്ടി അധികാരത്തിൽ വന്നത് മുതൽ മണിപ്പൂരിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ലാതായി. സുഹൃത്തുക്കളെ, വേണ്ടത് മനസ്സാണ്, മനസ്സാക്ഷിയാണ്. മതത്തിന്റെ പേരിൽ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് മോദിയും കൂട്ടരും. എന്തുകൊണ്ടാണ് ഇനിയും നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറക്കം നടിക്കുന്നത്? നിങ്ങളുടെ മതം അപകടത്തിലാണ് എന്ന് പറയുന്നവർ നിങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്ത് സ്വന്തം അധികാരം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ വളർച്ചയിലോ വികാസത്തിലോ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. നിങ്ങളുടെ മതമല്ല അപകടത്തിൽ. ഈ പാർട്ടിയും പ്രധാനമന്ത്രിയും നിങ്ങളുടെ ജീവനെ അപകടത്തിലാക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഉറക്കം നടിക്കുന്നത് നിർത്തണം. മതമല്ല, മനുഷ്യനാണ് വലുത്. മതത്തിനുപരിയായി എല്ലാ മനുഷ്യജീവനും ഒരേപോലെ വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. നിങ്ങളിൽ കുത്തിവെച്ചിരിക്കുന്ന മുസ്ലിം വിരോധം എന്ന വിഷം നിങ്ങൾ തന്നെ മനസ്സിലാക്കി വിവേകം വെച്ച് ഇറക്കണം. ഏതൊരു മതത്തോടുമുള്ള വിരോധം നിങ്ങളെ ഒരിക്കലും ഒരു നല്ല മനുഷ്യനാക്കില്ല.
മോദിയാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, മോദി ഈ ചെയ്തതിനെ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇത് വലിയ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മോദിയുടെ തിരക്കഥ എഴുതി തയ്യാറാക്കി ഈ നാടകം കളി കണ്ട് മോദി വിശ്വഗുരുവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ പണയം വെച്ചു എന്നുള്ളത് വാസ്തവമാണ്. രാജ്യം ഓരോ ദിവസവും സാമ്പത്തികമായും സാംസ്കാരികമായും പിന്നോട്ട് പോകുന്നു. വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ ഒരു കോമാളിയായി നിൽക്കുകയാണ്. നൈജീരിയയിൽ ചെന്ന് മോദി മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രചാരണം നടത്തുകയാണ്. മോദിയുടെ ഈ ട്വീറ്റ് കണ്ടോ? നൈജീരിയയിലെ മറാത്തി കമ്മ്യൂണിറ്റി മറാത്തി ലാംഗ്വേജിന് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയതിൽ സന്തോഷം പൂണ്ട് സമ്മാനിച്ചതാണ് ഇത് എന്ന് പറഞ്ഞ് ഇയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതോ നൈജീരിയയുടെ പ്രധാനമന്ത്രിയാണോ? വളരെയേറെ ആളുകളാണ് മോദിയുടെ ഈ അധമ പ്രവൃത്തിക്കെതിരെ രംഗത്ത് വന്നത്. ഈയിടെ മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ ഒന്നിച്ചു നിന്ന് BJPക്ക് വോട്ട് ചെയ്താലേ സേഫ് ആകൂ എന്നാണ്. അത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഈ ട്വീറ്റ് ചെയ്തത്. മോദി ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ കീഴിൽ മണിപ്പൂർ ഒന്നല്ല, സേഫുമല്ല. 2023 മെയ് മുതൽ മണിപ്പൂരിലെ ജനത ചിന്തിക്കാനാവാത്ത വേദനയിലും ഭിന്നിപ്പിലും ആളിക്കത്തുന്ന അക്രമത്തിലും കഴിഞ്ഞ് അവരുടെ ഭാവി നശിച്ചിരിക്കുകയാണ്. അതിയായ ഉത്തരവാദിത്തോടെ ഞങ്ങൾ പറയുകയാണ്, മണിപ്പൂരിനെ കത്തിക്കാൻ BJP മനഃപൂർവ്വം ആഗ്രഹിക്കുകയാണ് എന്ന് തോന്നുന്നു. കാരണം അവരുടെ വിദ്വേഷപരമായ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് അത് മുതൽക്കൂട്ടാണ്. നവംബർ 7 മുതലുള്ള ദിവസങ്ങളിൽ കുറഞ്ഞത് 17 ആളുകൾക്ക് ജീവനാശം സംഭവിച്ചിട്ടുണ്ട്. പുതിയ ജില്ലകൾ അക്രമബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും കലാപത്തിന്റെ ആ തീ അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നിങ്ങൾ സുന്ദരമായ മണിപ്പൂരിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഭാവിയിൽ നിങ്ങൾ മണിപ്പൂർ സന്ദർശിച്ചാലും അവരുടെ ദുരിതത്തിൽ നിങ്ങൾ അവിടെ ചെന്ന് ആശ്വസിപ്പിക്കാത്തതിൽ, അവരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാത്തതിൽ അവിടുത്തെ ജനത ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. ദാരഫ് ഫറൂഖി എഴുതിയത് മണിപ്പൂർ സിറിയ പോലെ കത്തിയിട്ടും അവർ രാജിവെച്ചില്ല എന്നാണ്. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാഥ് പ്രതികരിച്ചതാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: മണിപ്പൂരിൽ കലാപം അതിരൂക്ഷമായി 8 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുൾപ്പെടെ കൊല്ലപ്പെടുകയും സംസ്ഥാനം അരാജകത്വത്തിലേക്ക് മാറുകയും ചെയ്ത സമയത്ത് മണിപ്പൂരിനെ ഉപേക്ഷിച്ച് മോദി രാജ്യം വിട്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ സ്ഥിതി മോശമാവുമോ അപ്പോഴൊക്കെ മോദി വിദേശങ്ങളിലേക്ക് പറക്കും. ലോകം മൊത്തത്തിനെ കുറിച്ച് മോദിക്ക് ആശങ്കയുണ്ട്. പക്ഷേ സ്വന്തം രാജ്യത്തെ കത്തിയെരിയുന്ന മണിപ്പൂരിനെ കുറിച്ച് ഒരു ആശങ്കയുമില്ല. രാജ്യത്തിന് വേണ്ടത് ജനങ്ങളെ വിഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രിയെയല്ല, മറിച്ച് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന അവരുടെ ദുരിതമകറ്റുന്ന പ്രധാനമന്ത്രിയെയാണ്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ അരവിന്ദ് ഗുണശേഖർ പറഞ്ഞത് മണിപ്പൂർ സാധാരണ സ്ഥിതിയിൽ നിന്നും വളരെ അകലെയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരിന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത്? സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെയായത്? ഒരു മര്യാദയും ഒരു മാന്യതയും ഒരു വിവേകവും പ്രകടിപ്പിക്കാതെ, രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് ഒരു കരുതലുമില്ലാതെ ലോകം മൊത്തം ഓടി നടന്ന് മോദി ഡ്രാമ നടത്തി പുളകം കൊള്ളുക ക്രൂരമായ വിനോദമാണിത്.